നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരള സംസ്ഥാന അവാർഡ് കഴിഞ്ഞ ദിവസം 3-ാം തീയതി പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം ഡിക്ലെയർ കഴിഞ്ഞതിന് ശേഷം ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വിവാദമായി. എന്ത് കാര്യത്തിന് വിവാദമാണോ? ഞാൻ ഇന്നാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ ആയിട്ടുണ്ടാകുന്നത്, ഈ അവാർഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയിക്കുന്നവർ കിട്ടിയാലും അറിയിക്കാത്തവർ കിട്ടിയാലും എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഈ അവാർഡ് കിട്ടിയിട്ടൊന്നും തിരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല, അറിയിക്കാത്തവർക്ക് കിട്ടി, ഇനി അറിയിക്കുന്നവർ കൊടുത്തേക്കാം. അതുകൊണ്ട് കൊടുക്കത്തൊന്നുമില്ല. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലെയർ ആണ്. പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ചർച്ച ചെയ്യുന്ന തന്നെ മണ്ടത്തരമാണ്. അവർക്ക് അവാർഡ് കൊടുത്തു, ഇവർക്ക് അവാർഡ് കൊടുത്തില്ല, ഇവർക്കാണ് കിട്ടേണ്ടത്, ഇവർക്ക് കിട്ടാത്തവർക്ക് അവാർഡ് കൊടുത്തില്ല, വേടനെന്തിനാ അവാർഡ് കൊടുത്തത്, ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുത്തില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ നാട്ടിലുണ്ടാകുന്നത്. ഒരു അവാർഡ് വിതരണം കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അറിയിക്കുന്നവർ കിട്ടിയാലും അവരെ കുറ്റം പറയും. അവന് കൊടുക്കണ്ട മറ്റവന് കൊടുക്കുക, അല്ല അവർക്ക് കൊടുക്കണ്ട അവർക്ക് കൊടുക്കുക. എന്തിനീ കുറ്റം പറഞ്ഞത്? തള്ളെ തല്ലിയ രണ്ടഭിപ്രായം എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ട് അവനിച്ച് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ കുറ്റം പറയാൻ ഒരു കൂട്ടം കാണും. കുറേ ഓൺലൈൻ ചാനലുകാരുണ്ട്, കുറേ പൊട്ടന്മാരുണ്ട്, ഉടനെ തന്നെ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി ഇറക്കാനുണ്ട്. വേറൊരു ടീമുകൾ ഇങ്ങനെ തമ്പിലേനിട്ടിരിക്കുന്നത് തമ്പ്രാക്കന്മാർക്കിട്ട് അടി കൊടുത്തുകൊണ്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ജാതിയും മതവും രാഷ്ട്രീയം നോക്കിയല്ലേ അവാർഡ് കൊടുക്കുന്നത്. ടാലൻ്റ് ആർക്കാണോ അവർക്ക് അവാർഡ് കൊടുക്കുക. ഇത്തവണ അവാർഡ് വിതരണം കറക്റ്റ് അവാർഡ് വിതരണമാണ്. പ്രകാശ് രാജിൻ്റെ ജൂറിയിൽ ഇരുന്ന അവാർഡ് വിതരണം കറക്റ്റായിരുന്നു. അങ്ങനെയാണ് അവാർഡ് കൊടുക്കേണ്ടത്. ഇപ്പോൾ പറയാം, വേടൻ അവാർഡ് കൊടുത്തിരുന്ന പറഞ്ഞ് ഭയങ്കര പ്രശ്നം. വേടന് കേസ് കിടപ്പില്ലേ, കേസ് കൊടുക്കുന്ന ആൾക്കാർ അവാർഡ്. കേസും അവാർഡോട്ട് എന്താ ബന്ധം? പുള്ളിക്കാരൻ ഒരു കേസ് കിടപ്പുണ്ട്. ആ കേസിൻ്റെ വഴിക്ക് പോയിക്കോളൂ. കോടതി പോയ കേസാണ്, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളും. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്, ഈ അവാർഡ് കിട്ടുന്നവരെല്ലാം പുണ്യാളന്മാരാണോ? ഈ പണ്ട് അവാർഡ് കിട്ടിക്കൊണ്ടതല്ലേ? ഏത് അവാർഡ് കിട്ടുന്നു? ഓസ്കാറാണോ, നാഷണൽ അവാർഡോ, സംസ്ഥാന അവാർഡ്, എല്ലാവരും പുണ്യാളന്മാരാണോ? ഒന്നുമല്ല. അവർ എല്ലാവരും ചെറിയൊരു തെറ്റുകുറ്റങ്ങളെ കാണും. മനുഷ്യനല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു തെറ്റുകുറ്റങ്ങളെ കാണും. വേടന് കേസ് കിടപ്പുണ്ടെങ്കിൽ ആ കേസ് കോടതി കിടപ്പുണ്ട്, അത് പൊയ്ക്കോളൂ അതിൻ്റെ വഴിക്ക്. വേടൻ്റെ കേസുണ്ടെന്നും പറഞ്ഞ് വേടനെ കലയെ കൊല്ലേണ്ട കാര്യമില്ല. വേടൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അവാർഡ് കിട്ടിയത്. കേസിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. കേസ് വേറെ, അവാർഡ് വേറെ. കേസുണ്ടെന്നും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമ്മൾ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കഴിവിനാണ് അവാർഡ് കിട്ടിയത്. അതിന് വേടന് കേസുണ്ടെന്നും പറഞ്ഞാൽ അവാർഡ് കൊടുക്കുന്നത് ശരിയായില്ലെന്ന് പറഞ്ഞു ഒരു ടീമുകൾ. പിന്നെ ഒരു ടീമുകൾ അപ്രവശത്തൊരു ടീമുകൾ പിന്നെ പിള്ളേർക്ക് ഇത്തവണ അവാർഡ് കൊടുക്കുന്ന ഒരു വിഷയം. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. എന്തായാലും ഇത്തവണ അവാർഡ് കൊടുത്തതിന് കറക്റ്റ് അവാർഡ് കൊടുക്കുക. അവർ ഒരു 1-2 പേരെ ആലോചിച്ച് കൊടുക്കുന്ന അവാർഡല്ല ഇത്. ഇതെല്ലാവരും കൂടി ഒരു മാസമായിട്ട് കുത്തിയിരുന്ന് സിനിമകളെല്ലാം കണ്ട് ആലോചിച്ച് പല ആൾക്കാർ അവരുടെ ജൂറിയിലുള്ള ആൾക്കാരായിട്ടെല്ലാം ചർച്ച ചെയ്തിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്. അല്ല ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട അവാർഡ് കൊടുക്കുന്നതല്ല, എല്ലാവരോടും ആലോചിച്ച് ചർച്ച ചെയ്ത് കൊടുക്കുന്ന അവാർഡാണ്. അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവാർഡിനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അത് കിട്ടേണ്ടവർക്ക് കിട്ടിയാലും കിട്ടാത്തവർക്ക് കിട്ടിയാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തിനിങ്ങനെ വായിട്ടിലക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല. കുറേ ചാനലായി, ഓൺലൈൻ ചാനലും കുറേ യൂട്യൂബറും പിന്നെ അല്ലാത്ത ചാനലുകാരും എല്ലാം ഒന്ന് വെച്ച് അലക്കിയാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജൂറിയുടെ പറയാനുള്ളൂ, അല്ല സർക്കാരിനോട് പറയാനുള്ളൂ, ഈ അവാർഡ് പരിപാടി നിർത്താവോ? അത് കേന്ദ്രത്തിനാണെങ്കിലും കേരളത്തിനാണെങ്കിലും, അതായത് നാഷണൽ അവാർഡാണെങ്കിലും സംസ്ഥാന അവാർഡാണെങ്കിലും ഈ പരിപാടി നിർത്താവോ? ഒരു കുഴപ്പമില്ല. പിന്നെ ആരുടെയും ചിലപ്പം കേൾക്കണ്ട, ആരുടെയും പരദൂഷണം കേൾക്കണ്ട, ആരുടെയും അഭിപ്രായങ്ങളും കേൾക്കണ്ട. അതാണ് നല്ലത്. ഈ അവാർഡ് പരിപാടി നിർത്ത്.